വെൽക്കം ബാക്ക് ടു എൻചാൻഡ് ലേണിംഗ്. ശ്രീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു സ്കൂൾ ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് 9 കെമിസ്ട്രിയിലെ ക്ലാസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. SCERT ആണ്. അതില് നമ്മള് SCERTയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ റിമൈനിങ് പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ക്ലാസ് PSC പഠിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ എൻചാൻഡ് സ്കൂൾ മാപ്പ് എന്ന് പറയുന്ന മറ്റൊരു ചാനലും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ സ്കൂൾ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഒത്തിരി ക്ലാസ്സുകൾ ഇത് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾക്ക് ആവശ്യമുള്ളവർ തീർച്ചയായും ചാനൽ നോക്കുക. അതിന്റെ പേര് എൻചാൻഡ് സ്കൂൾ മാപ്പ് എന്നാണ്. അപ്പൊ നോക്കാം മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന്റെ കുറച്ച് പോർഷൻസ് പഠിച്ചായിരുന്നു അല്ലെ? നമുക്ക് അത് ഓർമ്മയുണ്ടോ? ഞാൻ ടീച്ചർ ചോദ്യം ചോദിക്കട്ടെ. എന്താണ് മോളിക്യൂൾസ്? നമ്മൾ ആദ്യം പഠിച്ചത് വാട്ട് ആർ മോളിക്യൂൾസ്? എന്താണ് തന്മാത്രകൾ? അതെ, മോളിക്യൂൾസ് മീൻസ് these are particles that show all the properties of substance and have free existence. അല്ലെ? എന്താണ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ? ഈ തന്മാത്ര എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുള്ളതും സ്വതന്ത്രമായി നിൽക്കാൻ സാധിക്കുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഓർമ്മ വരുന്നുണ്ടോ? നമ്മൾ മോളിക്യൂൾസ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത്? മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഫോം ചെയ്തിരിക്കുന്നത് they are formed of atoms. അല്ലെ? ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? മോളിക്യൂൾസ് ഉണ്ടായിരിക്കുന്നത് പഠിച്ചു അല്ലെ? ഇനി ആറ്റത്തിനുള്ളിൽ ആറ്റത്തിനേക്കാൾ ചെറിയ കണങ്ങളുണ്ടെന്ന് പഠിച്ചു. ഏതാണ് കണങ്ങള്? അതാണ് സബ് അറ്റോമിക് കണങ്ങൾ, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അവരുടെ പേര് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് പറഞ്ഞേ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഇനി അതിനുശേഷം നമ്മൾ എന്താ മനസ്സിലാക്കി? നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റും ഇലക്ട്രോണിന്റെ ഡിസ്കവറിംഗ് ആണ് അവിടെ പഠിച്ചത് അല്ലെ? അവിടെ നമ്മൾ പറഞ്ഞു വില്യം ക്രൂക്സ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് എന്താണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമായിട്ട് കാഥോഡ് റേസ് കണ്ടക്ട് അല്ലെ? ഡിസ്കവറി ഓഫ് കാഥോഡ് റേസ് ആണ് മനസ്സിലാക്കിയത്. അപ്പൊ ആ എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. അതിനെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ അടുത്തിലോട്ട് പോവാം. അതിന്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? കാഥോഡ് റേസിന്റെ ക്യാരക്ടേഴ്സ് അല്ലെ? കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് ആ സവിശേഷത? ആർക്കെങ്കിലും പറയാമോ? അതെ, ഒന്ന് നമ്മൾ പഠിച്ചതാണ് കാഥോഡ് റേസ് ട്രാവൽ സ്ട്രെയിറ്റ് ലൈൻസ്, അല്ലെങ്കിൽ കാഥോഡ് രശ്മികൾ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. അതിന് നമ്മൾ ഒരു കാര്യം കൂടെ പഠിച്ചു അല്ലെ? കാഥോഡ് രശ്മികളുടെ പാതയില് ഒരു അതാര്യ വസ്തു വെച്ചാൽ, ഒരു ഒപ്പേക്ക് ഒബ്ജക്ട് കാഥോഡ് റേസിന്റെ പാത്തിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? കാഥോഡ് റേസ് അല്ലെങ്കിൽ കാഥോഡ് രശ്മികൾ അതിന്റെ നിഴൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിന്റെ ഷാഡോ ഉണ്ടാക്കും അല്ലെ? അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കി? കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്. കാഥോഡ് റേസ് ട്രാവലിംഗ് സ്ട്രെയിറ്റ് ലൈൻസ്, അല്ലെങ്കിൽ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് പഠിച്ചു. രണ്ടാമത് നമ്മൾ എന്ത് മനസ്സിലാക്കി? കാഥോഡ് റേസ് ഹാവ് മാസ്. കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് പഠിച്ചു അല്ലെ? കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഉണ്ട്. എന്താണ്? കാഥോഡ് റേസ് പോകുന്ന പാത്തില് ഒരു എന്താണ് പാഡൽ വീൽ വെച്ചാൽ ആ പാഡൽ വീൽ എന്ത് ചെയ്യും? അതായത് ആ വീൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും, ആ വീല് കറങ്ങും. അപ്പൊ അതിന് മനസ്സിലാക്കി എന്താണ്? കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. പിന്നെ എന്ത് പഠിച്ചു? ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെ? ഒരു വൈദ്യുത മണ്ഡലം കാഥോഡ് റേസിന് രണ്ടു വശത്തുമായിട്ട് വെക്കുകയാണെങ്കിൽ കാഥോഡ് റേസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? പോസിറ്റീവ് സൈഡിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നു. അതിന്റെ അർത്ഥം എന്താ മനസ്സിലാക്കിയത്? കാഥോഡ് റേസിന് ഏത് ചാർജാണ് മനസ്സിലാക്കി മക്കളെ? നെഗറ്റീവ് ചാർജാണ് കാഥോഡ് റേസിന് മനസ്സിലാക്കി. ഇനി പഠിച്ചത് എന്താണ്? ഇനി പ്രധാനമായിട്ട് വേറൊരു കാര്യം പഠിച്ചാൽ ഇതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് വൈദ്യുത മണ്ഡലത്തിലോട് തന്നെ കാന്തിക മണ്ഡലവും ഇതുപോലെ കാഥോഡ് രശ്മികളുടെ രണ്ട് വശത്ത് വെച്ചാലും അവിടെ എന്ത് സംഭവിക്കും? വ്യതിയാനം അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കും. കാഥോഡ് റേസിന്റെ പാത്തിന് അല്ലെങ്കിൽ പാതയ്ക്ക് വ്യതിയാനം അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാക്കും. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു മക്കളെ? കാഥോഡ് റേസിന് മറ്റൊരു സവിശേഷത പഠിച്ചത് എന്താണ്? ഏത് ഡിസ്ചാർജ് ട്യൂബിൽ ഏത് ഗ്യാസ് എടുത്താലും ഇലക്ട്രോഡായിട്ട് ഏത് മെറ്റൽ യൂസ് ചെയ്താലും കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസിന് ചേഞ്ച് ഉണ്ടാകില്ല അല്ലെ? അപ്പൊ നമ്മുടെ ഡിസ്ചാർജ് ട്യൂബില് ഏത് വാതകമാണോ എടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോഡായിട്ട് ഏത് ലോഹമാണോ സ്വീകരിക്കുന്നത്, അപ്പൊ എന്ത് സംഭവിക്കില്ല? അങ്ങനെയൊക്കെ മാറ്റിയാലും കാഥോഡ് റേസിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരില്ലെന്ന് പഠിച്ചു. പിന്നെ അതിന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? എല്ലാ സബ്സ്റ്റൻസിലും കാഥോഡ് റേസിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ? ആ പാർട്ടിക്കിൾസിന് എന്ത് പേരായിട്ട് മനസ്സിലാക്കിയത്? ഇലക്ട്രോൺസ് ആണ് ഈ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ കണങ്ങൾക്ക് എന്ത് പേര് പറയുന്നു? ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺസ് അതിന്റെ ഇലക്ട്രിക്കൽ ചാർജ് മാസ് റേഷ്യോ കണ്ടെത്തിയതാരാണ്? who's the first person who discovered the electrical charge to mass ratio? That is J.J. Thomson അല്ലെ? J.J. Thomson ആണ് ഇലക്ട്രിക് ചാർജ് ടു മാസ് റേഷ്യോ ഡിറ്റർമിൻ ചെയ്തത് അല്ലെ? ഇനി അദ്ദേഹം തന്നെയാണ് ഇലക്ട്രോണെ ഡിസ്കവർ ചെയ്തത്. അപ്പം അവിടെ നമ്മൾ ഇലക്ട്രോൺ ഡിസ്കവറിയെ കുറിച്ച് മനസ്സിലാക്കി, J.J. തോംസനെ കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മളിവിടെ ഇലക്ട്രോൺ മാസ് ഉണ്ട്. ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് മാസ്? ഇൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
എങ്ങനെ മനസ്സിലാക്കി ഇലക്ട്രോൺ മാസ് ഉണ്ടെന്ന്? അത് പാഡിൽ വീലിന്റെ കേസ് നമ്മൾ പറഞ്ഞത് അല്ലെ, പാഡിൽ വീൽ. ആ പാഡിൽ വീലിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം സംഭവിച്ചത്? ഇലക്ട്രോൺ മാസ് ഉണ്ട്, അതായത് കാഥോഡ് റേസിന് മാസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇലക്ട്രോൺസ് ഹാവ് മാസ്. കിട്ടിയോ? അത്രയും പോയിന്റ് കിട്ടിയോ? അത്രയും മനസ്സിലായോ? അത്രയാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് പഠിച്ചത്. പിന്നെ എന്ത് പഠിച്ചു? കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാക്കുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? നിഴലുണ്ടാക്കുന്നു അല്ലെ കാഥോഡ് രശ്മികൾ. അതിന് കാരണം എന്താണ്? അവിടെ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചു അല്ലെ. അതപ്പോ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ കാഥോഡ് റേസ് നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് പാസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ആ രണ്ട് ക്വസ്റ്റ്യനും മനസ്സിലായത് നിങ്ങൾക്ക്? അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? പ്രോട്ടോണെ കുറിച്ച് പഠിച്ചു അല്ലെ. പ്രോട്ടോൺ എന്ന് പറയുന്നത് അതിന് ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തത് ആരായിരുന്നു? കണ്ടക്ട് ചെയ്തിരുന്ന ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് ആരാണ്? ഗോൾഡ്സ്റ്റൈൻ അല്ലെ. യൂജിൻ ഗോൾഡ്സ്റ്റൈൻ ആണ് പ്രോട്ടോണിന്റെ ഡിസ്കവറിക്ക് വേണ്ടിയിട്ട് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ അവിടെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ വില്യം ക്രൂക്സിന്റെ കേസിൽ ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സിൽ എങ്ങനത്തെ കാഥോഡാണ് യൂസ് ചെയ്തിരുന്നത്? സോറി, എങ്ങനത്തെ ആനോഡാണ് യൂസ് ചെയ്തത്? അവിടെ ആനോഡാണ് യൂസ് ചെയ്തത് അല്ലെ. ആ ആനോഡ് എങ്ങനത്തേതായിരുന്നു? കാഥോഡ് റേസ് ഡിസ്കവറിയിൽ ആനോഡ് എങ്ങനത്തെ ആയിരുന്നു? പെർഫോറേറ്റഡ് ആനോഡ് അല്ലെ, സുഷിരങ്ങളുള്ള അല്ലെങ്കിൽ ദോരങ്ങളുള്ള ആനോഡാണ് യൂസ് ചെയ്തത്. എന്നാൽ ഇവിടെ പ്രോട്ടോൺ ഡിസ്കവറിയിലെ ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സിൽ എങ്ങനത്തെ കാഥോഡാണ് യൂസ് ചെയ്യുന്നത്? അതുപോലെ പെർഫോറേറ്റഡ് കാഥോഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പക്ഷെ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ചാണ് ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോഴാണ് ഇവിടെ കനാൽ രശ്മികൾ അല്ലെങ്കിൽ എന്താണ് ആനോഡ് റേസ് കണ്ടെത്തിയത്. ഈ കനാൽ രശ്മികൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഭാഗത്തുള്ള ലോഹത്തകടിൽ നിന്നാണ് അല്ലെങ്കിൽ ആനോഡിൽ നിന്നാണ് പുറപ്പെട്ടത്. അതുകൊണ്ട് അവ എന്ത് വിളിച്ചു? ആനോഡ് രശ്മി അല്ലെങ്കിൽ ആനോഡ് റേസ് എന്ന് പറഞ്ഞു അല്ലെ. അത് നിങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇനി നമ്മൾ പഠിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. നമ്മൾ മറ്റടുത്ത് പഠിച്ച നേരെ വിപരീതമായിട്ട് ഇവിടെ ഡിസ്ചാർജ് ഏത് ഗ്യാസ് ആണോ നടക്കുന്നത് ആ ഗ്യാസിന്റെ ഇതനുസരിച്ച് ആനോഡ് രശ്മികളുടെ അല്ലെങ്കിൽ കനാൽ റേസിന്റെ സ്വഭാവം മാറുന്നു. അപ്പൊ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസിന്റെ സ്വഭാവം ഏതിനനുസരിച്ച് മാറുന്നു? ഡിസ്ചാർജിൽ എടുക്കുന്ന ഗ്യാസിനനുസരിച്ച് വാതകത്തിനനുസരിച്ച് മാറുന്നു. എന്നിട്ട് നമ്മൾ എക്സാമിന് പഠിച്ചു അല്ലെ, ഏറ്റവും ലൈറ്റസ്റ്റ് സ്മോളസ്റ്റ് ആയിട്ടുള്ള കാഥോഡ് റേസ് ഏറ്റവും ലൈറ്റസ്റ്റ് സ്മോളസ്റ്റും ആയിട്ടുള്ള ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ് എപ്പോഴാണ് കിട്ടുന്നത്? when hydrogen gas is taken in discharge tube. ഹൈഡ്രജൻ വാതകം ഡിസ്ചാർജ് നിറയ്ക്കുന്ന സമയത്താണ് ഏറ്റവും ഭാരം കുറഞ്ഞതും ചെറുതുമായ കനാൽ റേസുകൾ അല്ലെങ്കിൽ ആനോഡ് റേസ് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡിസ്ചാർജ് എക്സ്പെരിമെന്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തു. പക്ഷെ എന്താണ് പ്രോട്ടോൺ എന്ന് പറയുന്ന ഒരു സബറ്റോമിക് കണമാണെന്നും അതിന് പ്രോട്ടോൺ എന്ന് പേര് കൊടുത്തതും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. എന്താണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്? എന്റെ പേര് നൽകിയും അതുപോലെ അതിൽ സബറ്റോമിക് കണമാണെന്ന് കണ്ടെത്തിയതുമാരാണ് ഏണസ്റ്റ് റൂദർഫോർഡ് കേട്ടോ. അത് നിങ്ങൾ പുറത്തു വെക്കണം. അപ്പൊ അത്രയും കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതിനുശേഷം നമ്മളൊരു പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം പഠിച്ചു അല്ലെ. ആരുടെ ആറ്റം മാതൃകയാണ് പ്ലം പുഡിംഗ് മോഡൽ? ജെ തോംസന്റെ. അപ്പൊ ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിനെ കുറിച്ച് പഠിച്ചു. അവിടെ എന്താ പഠിച്ചത്? അദ്ദേഹം ഇലക്ട്രോണെ കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത്. അതനുസരിച്ച് അദ്ദേഹം പറയുന്നത് എന്താണ്? ആറ്റം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ചാർജ് സ്പിയർ ആണ്, അതിൽ ഇലക്ട്രോൺസ് എംബഡഡ് ചെയ്തിരിക്കുന്നു അല്ലെ. ഒരു പോസിറ്റീവ് ചാർജ് സ്പിയറില് പോസിറ്റീവ് ചാർജ് ഗോളത്തില് എന്ത് കാണുന്നു? ഇലക്ട്രോൺസ് വിന്യസിച്ചിരിക്കുന്നു. നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് വിന്യസിച്ചിരിക്കുന്നു. മനസ്സിലായോ? പിന്നെ അദ്ദേഹം എന്തും കൂടെ പറഞ്ഞു? ഈ ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകൾ നെഗറ്റീവ് ചാർജുകളുടെ എണ്ണം തുല്യമായിരിക്കും. അപ്പൊ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ബി ഈക്വൽ ഇൻ ദ സ്പിയർ അല്ലെ. അങ്ങനെ എന്ത് പറഞ്ഞു? ദാറ്റ് മീൻസ് ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അതായത് ആറ്റം എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതപരമായി നിർവീര്യമാണ്. കാരണം രണ്ട് ചാർജസ് ഈക്വൽ ആണെങ്കിൽ ആറ്റം എങ്ങനെയാണ്? വൈദ്യുതപരമായി നിർവീര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പല പരീക്ഷണങ്ങൾ നടത്തിയാൽ അതിന് വിശദീകരണം കൊടുക്കാൻ സാധിച്ചില്ല. സോ ഹി വാസ് not able to give the explanation. Thus his atom model became a failure. അപ്പൊ അദ്ദേഹത്തിന് ആറ്റം മോഡൽ ഒരു ഫെയിലിയർ ആയിരുന്നു. അത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇത് ഇത്രയും മക്കൾക്ക് ഓർമ്മയുണ്ടോ? ഇതിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലായോ? ഇനി ആ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ അടുത്ത പോർഷനിൽ പോവുകയാണ്. ഇനി പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അടുത്തെന്ന് പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ. റൂദർഫോർഡ്സ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അപ്പൊ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ എന്താണ് പറഞ്ഞത്? റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് 1911 1911 ആണ് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഏണസ്റ്റ് റൂദർഫോർഡ്, ഹാൻസ് ജിജർ ആൻഡ് ഏണസ്റ്റ് മാറ്റ്സൺ. ഇവർ മൂന്നുപേരും എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തു. പ്രമുഖനായിരുന്നു ലീഡർ ഏണസ്റ്റ് റൂദർഫോർഡ് നേതൃത്വത്തിലാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തിയത്. എങ്ങനെയാണ് എക്സ്പെരിമെന്റ് നടത്തിയത്? ബൈ ബോംബാർഡിംഗ് ആൽഫ റേസ് ഓൺ എ വെരി തിൻ ഗോൾഡ് ഫോയിൽ. വളരെ കട്ടി കുറഞ്ഞ
ഒരു സ്വർണ്ണ എന്താണ് ഇതിലാണ്, ഗോൾഡ് ഫോയിലാണ് എന്ത് സംഭവിച്ചത്, ഈ പറയുന്ന ആൽഫ റേസിനെ ബോംബാർഡ് ചെയ്തു. അപ്പൊ ആൽഫ റേസിനെ എന്ത് ചെയ്തു, ആൽഫ റേസിനെ കടത്തി വിട്ടു, ആൽഫ റേസിനെ പതിപ്പിച്ചു. എങ്ങോട്ടാണ്, വളരെ നേർത്ത സ്വർണ്ണ തകിടില് കേട്ടോ. അപ്പൊ വളരെ എന്താണ് വെരി തിൻ ആയിട്ടുള്ള ഗോൾഡ് ഫോയില് എന്ത് ചെയ്തു, ആൽഫ റൈസിനെ ബോംബാർഡ് ചെയ്തത്, ആൽഫ റൈസിനെ കടത്തി വിട്ടു. അപ്പൊ വളരെ തിന്നായിട്ടുള്ള ഗോൾഡ് ഫോയിൽ ആണ് ഇവിടെ നമ്മൾ പടത്തില് ഇതൊരു ഗോൾഡ് ഫോയിൽ എന്ന് സങ്കല്പിക്കാം. വളരെ തിന്നായിട്ടുള്ള വളരെ നേർത്ത സ്വർണ്ണ തകിടിലാണ് എന്ത് കടത്തി വിടുന്നത്, ആൽഫ റൈസിനെ കടത്തി വിടുന്നത്. ഈ ബോംബാർഡിയ മീൻസ് കടത്തി വിടുക. ഈ ആൽഫ റൈസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ആൽഫ റൈസ് വരുന്നത് എവിടെ നിന്നാണ്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്നാണ് ആൽഫ റൈസ് പുറത്തേക്ക് വരുന്നത്. അതായത് റേഡിയോ ആക്ടിവിറ്റി ഉള്ള അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പദാർത്ഥങ്ങളിൽ നിന്നാണ് ആൽഫ റൈസ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പൊ റേഡിയോ ആക്റ്റീവ് ഉള്ള പദാർത്ഥങ്ങളിൽ നിന്നാണ് ആൽഫ റൈസ് പുറത്തേക്ക് വരുന്നത്. ഇനി ആൽഫ റൈസിന് മറ്റൊരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കണം. ആൽഫ റേസ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ് ആണ് കേട്ടോ, പോസിറ്റീവ് ചാർജ് റേസ് ആണ് ആൽഫ റേസ്. അങ്ങനെയുള്ള ആൽഫ റേസിനെയാണ് ഈ പറയുന്ന തിൻ ഗോൾഡ് ഫോയിൽ എനിക്ക് വളരെ നേർത്ത സ്വർണ്ണ തകിടിലൂടെ കടത്തിവിടുന്നത്. അങ്ങനെ കടത്തിവിട്ടിട്ട് എന്ത് നോക്കിയെന്ന് വെച്ചാൽ ആ ആൽഫ റേസിന്റെ പാത എങ്ങനെയാണ്, അതിന്റെ പാത്തിൽ എന്തെങ്കിലും ഡിഫ്ലക്ഷൻസ് ഉണ്ടായോ, വ്യതിയാനം ഉണ്ടായോ എന്നാണ് നിരീക്ഷിച്ചത്. അങ്ങനെ നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായി ആൽഫ പാർട്ടിക്കിൾസ് ഇങ്ങനെ നിരീക്ഷണം വേറൊരു കാര്യം കൂടെ ഒരു സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഗോൾഡ് ഫോയിലിന്റെ തൊട്ട് പുറകെയായിട്ട് ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പൊ ഗോൾഡ് ഫോയിലിന് തൊട്ട് പുറകെയായിട്ട് എന്ത് സംഭവിച്ചിരുന്നു, ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിനും കൂടെ ഈ ആൽഫ റേസ് പതിക്കത്ത വിധത്തിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? So alpha particles which pass to the gold foil were made to strike on the photographic film arranged around it. മനസ്സിലായോ? ഈ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിൽ കൂടെ പോകുന്ന ആൽഫ പാർട്ടിക്കിൾസ് ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ പതിക്കത്ത വിധം ഫോട്ടോഗ്രാഫി പ്ലേറ്റ് അതിന് ചുറ്റുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഒബ്സർവേഷൻസ് നടത്തി. എന്നിട്ട് എന്തൊക്കെ നിരീക്ഷിച്ചു നോക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആൽഫ റേ കണങ്ങൾ ഇതിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇത് നമ്മൾ ആൽഫ റേ പാർട്ടിക്കിൾസ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് റേഡിയോ ആക്റ്റീവ് പദാർത്ഥത്തിൽ നിന്ന് ആൽഫ റേസ് എമിറ്റ് ചെയ്യുന്നത് വയ്ക്കാം. ഇങ്ങനെ ആൽഫ റേസ് ഒരു എന്താണ് തിൻ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ഒരു നേർത്ത സ്വർണ്ണ തകിടിൽ വന്ന് പതിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആൽഫ റേസും ആൽഫ കണങ്ങളും നേർരേഖയിലൂടെ സഞ്ചരിച്ച് ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ നിന്ന് പതിക്കുന്നതാണ് കാണാൻ സാധിച്ചു. ഇനി വളരെ കുറച്ച് ആൽഫ റേസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് ഈ നേർരേഖയിൽ വ്യതിചലിച്ച് സഞ്ചരിക്കുന്നത് ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പം വളരെ കുറച്ച് ആൽഫ റേസ് ഇതൊരു സ്മോൾ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇനി മറ്റു കുറച്ച് ആൽഫ റേസ് എന്ന് പറയുന്നത് ഈ ഗോൾഡ് ഫോയിൽ ചെന്ന് തട്ടിയിട്ട് എന്ത് ചെയ്തു, തിരിച്ച് ബൗൺസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, ഗോൾഡ് ഫോയിൽ ചെന്ന് തട്ടി ഡിഫ്ലക്ട് ചെയ്ത് പിന്നെ ബൗൺസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ ഇതാണ് ഒബ്സർവേഷൻസ്. മക്കൾക്ക് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഭൂരിഭാഗം ആൽഫ പാർട്ടിക്കിൾസും ഈ തിൻ ഗോൾഡ് ഫോയിൽ കൂടെ കടന്നങ്ങ് പോയി, ഡിഫ്ലക്ഷൻ ഒന്നും സംഭവിച്ചില്ല, വ്യതിയാനം ഒന്നും ഉണ്ടായില്ല, നേരെ അങ്ങ് പോയി. എന്നാൽ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്ത് മാറി. ഇനി അതിനെയും കാട്ടി കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു, അവ ഡിഫ്ലക്ട് ചെയ്ത് ബൗൺസ് ചെയ്ത് പുറകോട്ട് പോയി. അപ്പൊ വ്യതിയാനം സംഭവിച്ചു, അവ ബാക്കിലോട്ട് നീങ്ങി പോവുകയും ചെയ്തു. അപ്പൊ ഇതില് എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഇവിടെ നിന്നാണ് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ട് ഈ റുദർഫോർഡ് ഈ എക്സ്പെരിമെന്റിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കിയെന്ന് ഓർത്ത് വെക്കാം. ഒന്നാമത് അദ്ദേഹം മനസ്സിലാക്കിയത് ഇതിലെ മിക്ക ആൽഫ പാർട്ടിക്കിൾസും ഈ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് എമിറ്റ് ചെയ്ത ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം തിൻ ഗോൾഡ് ഫോയിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ട് കടന്നുപോയതിന്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന ഈ തിൻ ഗോൾഡ് ഫോയിലിനുള്ളിൽ ഒരു തടസ്സവും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ആറ്റത്തിന്റെ ഉൾഭാഗം എംപ്റ്റി ആയിരുന്നു. മനസ്സിലായോ? എന്തുകൊണ്ട് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത്? സിൻസ് മോസ്റ്റ് ഓഫ് ദി പാർട്ട് ഓഫ് ആറ്റം വാസ് എംപ്റ്റി. ഈ ആറ്റത്തിന്റെ മിക്ക ഭാഗവും ശൂന്യമായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഒന്നുമില്ല, ആറ്റം എംപ്റ്റി ആയിരുന്നു. ആറ്റത്തിന്റെ മോസ്റ്റ് പാർട്ടും എംപ്റ്റി ആണെന്നാണ് മനസ്സിലാക്കിയത്. മനസ്സിലായോ? അപ്പൊ ആറ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. ഈ എക്സ്പെരിമെന്റിൽ കൂടെ അദ്ദേഹം പറഞ്ഞ ആൽഫ കണങ്ങൾ ഇതിൽ കൂടെ പാസ് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ സംഭവിക്കാത്തതിന് പ്രധാന കാരണം എന്താണ്? ഭൂരിഭാഗത്തിന്റെ ആറ്റത്തിന്റെ വ്യതിയാനം സംഭവിക്കാത്ത കാരണം എന്താണ്? ആറ്റത്തിന്റെ ഭൂരിഭാഗവും ശൂന്യമായിരുന്നു കേട്ടോ. രണ്ടാമത് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണ്? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. അല്ലെ, കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇത് എന്തുകൊണ്ടായിരിക്കാം? ഈ പറയുന്ന ആറ്റത്തില് പോസിറ്റീവ് ചാർജ് റീജിയൻ ഉണ്ടായിരുന്നു. ആറ്റത്തിൽ എന്തുകൊണ്ടായിരുന്നു? പോസിറ്റീവ് ചാർജ് റീജിയൻ ഉണ്ടായിരുന്നു. ആ പോസിറ്റീവ് ചാർജ് റീജിയനിൽ ചെന്ന് ഈ ആൽഫ പാർട്ടിക്കിൾസ് തട്ടിയപ്പോൾ റിപ്പൾഷൻ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്ത് മാറിയെന്ന് മനസ്സിലായോ? അപ്പൊ സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ ഡ്യൂ ടു ദ റിപ്പൾഷൻ. അവിടെ വികർഷണം നടന്നു. എന്തുകൊണ്ടാണ്?
ആ ആൽഫ പാർട്ടിക്കിൾസ് ചെന്ന് തട്ടിയത് ഈ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള റീജിയനിലായിരുന്നു. മനസ്സിലായോ? ആൽഫ പാർട്ടിക്കിൾ എന്താ? പോസിറ്റീവ് ചാർജ്. അപ്പൊ പോസിറ്റീവ് ചാർജിലുള്ള ആൽഫ പാർട്ടിക്കിൾ ഇവിടെ ചെന്ന് തട്ടിയപ്പോൾ പോസിറ്റീവ് ചാർജിലുള്ള റീജിയനിൽ റിപ്പൾഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് കുറച്ചെണ്ണം ഒരു ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്ത് മാറിയത്. മനസ്സിലായോ? ഇവിടെ കിട്ടിയോ? അടുത്ത പഠിച്ചത് എന്താണ്? ഇനി നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്ത് ബൗൺസ് ചെയ്ത് പുറകോട്ട് പോയി. അതെന്തുകൊണ്ടാണ്? ഡിഫ്ലക്ട് ചെയ്ത് ബൗൺസ് ചെയ്ത് പുറകോട്ട് പോയി. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതായത് ആറ്റത്തിന്റെ സെന്ററിലാണ് ഭൂരിഭാഗവും പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. മനസ്സിലായി? ആറ്റത്തിന്റെ സെന്ററിലാണ് ഭൂരിഭാഗം പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്. അപ്പൊ ആ സെന്ററിലായിരിക്കാം ആ പറയുന്ന ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പതിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ സെന്ററിലുള്ള ഭൂരിഭാഗം പോസിറ്റീവ് ചാർജ് തന്നെ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ഡിഫ്ലക്ട് ചെയ്ത് പുറകോട്ട് പോകും. മനസ്സിലായോ? അപ്പൊ എത്രയായാലും ആറ്റത്തിന്റെ സെന്ററിലെ മിക്കവാറും ഭൂരിഭാഗം പോസിറ്റീവ് ചാർജ് ആണ്. മാത്രമല്ല എന്താണ്? ആറ്റത്തിന്റെ സെന്റർ ഏരിയ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഏരിയ ആണ്. അത് ആസ് കമ്പയർഡ് ടു ദി സെന്റർ ഓഫ് ദി ആസ് കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിന്റെ സെന്ററിന്റെ ഏരിയ അല്ലെങ്കിൽ ആറ്റത്തിന്റെ സെന്ററിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ് വെൻ കമ്പയർഡ് ടു സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെന്ററിന്റെ സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പൊ ആ ഒരു സൈസിലേക്ക് ആ ഒരു പോർഷനിലേക്കാണ് ഈ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് ബോംബാർഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡിഫ്ലക്ട് ചെയ്ത് പുറകോട്ട് പോകുന്നു. മനസ്സിലാവും? സെന്ററിൽ കാരണം എന്താണ്? പോസിറ്റീവ് ചാർജ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത സെന്ററിലായതുകൊണ്ടാണ് ഡിഫ്ലക്ട് ചെയ്ത് ബൗൺസ് ചെയ്ത് പോയത്. മനസ്സിലായോ? ഇനി അപ്പൊ അത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ആ ഒരു സെന്ററിന് എന്ത് പേരിട്ട് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് പേരിട്ട് വിളിച്ചു. മനസ്സിലാവുന്നത് പറയാം. The entire positive charge of an atom is concentrated in a very small volume at the center of the atom. ആറ്റത്തിന്റെ സെന്ററിൽ ആ ആറ്റത്തിന് മൊത്തം പോസിറ്റീവ് ചാർജ് വളരെ ചെറിയ വോളിയത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ സെന്ററിൽ വളരെ സ്മോൾ സൈസിലാണ് ഈ സെന്റർ ഇരിക്കുന്നത്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പയർ ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിന്റെ സൈസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇനി ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ് ബാക്ക് was those that were directed to the center. സെന്ററിലേക്ക് ഡയറക്റ്റ് ആൽഫ പാർട്ടിക്കിൾസ് ആണ് ബൗൺസ് ചെയ്ത് പോയത്. മനസ്സിലായോ? കാരണം സെന്ററിൽ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ? ആ സെന്ററിനെയാണ് എന്താ അദ്ദേഹം വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് പേരിട്ട് വിളിച്ചു. ഇത്രയും മനസ്സിലായോ? ഇതാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. അപ്പൊ റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് എന്താണ്? ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ അവിടെ നിന്ന് നമ്മൾ 3 കാര്യങ്ങൾ ഒബ്സർവേഷൻ പഠിച്ചു. ആ ഒബ്സർവേഷനിൽ എന്ത് കാര്യത്തിലാണ് അദ്ദേഹം എത്തിയെന്ന് മനസ്സിലാക്കി. അപ്പൊ ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി നമ്മൾ റൂദർഫോർഡ് ഒരു ആറ്റം മോഡലും കൂടെ മനസ്സിലാക്കാറുണ്ട്. റൂദർഫോർഡ് ഒരു ആറ്റം മോഡൽ കൊണ്ടുവന്നു. ആ ആറ്റം മോഡലിന്റെ പേരാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ എന്താണ്? സൗരയൂഥ മാതൃക. എന്താണ്? സൗരയൂഥ മാതൃക അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡ് ആറ്റം മോഡലാണ്. അതിന് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ എന്താണ്? സൗരയൂഥ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്സിൽ നമുക്ക് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരിക്കാം? അവിടെ പറഞ്ഞു റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് ഗോട്ട് ഡിഫ്ലക്ട് ബൈ സ്മോൾ ആംഗിൾ. വൈ ഇസ് ഇറ്റ് സോ? എന്താണ് ആ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഒരു ചെറിയ ആംഗിൾ ഡിഫ്ലക്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം? ആ ചെറിയ ആംഗിൾ അത് വ്യതിയാനം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം എന്താണ്? അവിടെ റിപ്പൾഷൻ ആണ് അല്ലെ, വികർഷണം നടന്നു. എന്തുകൊണ്ടാണ്? ആ ആൽഫ പാർട്ടിക്കിൾസ് ഈ പറഞ്ഞ ഗോൾഡ് ഫോയിലൂടെ സഞ്ചരിച്ച സമയത്ത് ആ ഒരു ഏത് റീജിയൻ ആ ആറ്റത്തിലെ പോസിറ്റീവ് ആയിട്ടുള്ള റീജിയനിൽ കൂടെ പാസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ പോസിറ്റീവ് റീജിയനിൽ കൂടെ കടന്നു പോയപ്പോഴാണ് അവിടെ എന്ത് സംഭവിച്ചത്? വികർഷണം സംഭവിച്ചത്. ആ വികർഷണം സംഭവിച്ചതാണ് കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്ട് ചെയ്ത് ഒരു ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയാ? ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ആൽഫ കണങ്ങൾ, ആറ്റത്തിലേക്ക് പോസിറ്റീവ് ആൽഫ കണങ്ങൾ പതിച്ചപ്പോ സമയത്ത് ആറ്റത്തിലേക്കുള്ള പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തൂടെ ആയിരിക്കും അവ സഞ്ചരിച്ചത്. അതുകൊണ്ടാണ് അവയ്ക്ക് എന്ത് സംഭവിച്ചത്? വികർഷിച്ചാണ് അത് ചെറിയ കോണവിൽ വ്യതിചലിച്ചത്. മനസ്സിലായോ? അപ്പൊ പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള അതിന്റെ ഭാഗത്തിന് സമീപത്തോട് പോയപ്പോ വികർഷണം സംഭവിച്ചതിനാലാണ് അവ ചെറിയ കോണവിൽ വ്യതിചലിച്ചത്. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഉത്തരം നൽകേണ്ടത്. അപ്പൊ ഉത്തരം മനസ്സിലായി നിങ്ങൾക്ക് കിട്ടിയോ അത്? അപ്പൊ നമുക്കിനി ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃകയെ കുറിച്ച് മനസ്സിലാക്കാം. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അപ്പൊ നോക്കി മക്കളെ, നമ്മൾ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പഠിക്കാൻ പോകുന്നത് ജെ.ജെ. തോമസ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയൂഥ മാതൃക. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട് അല്ലെ? ആറ്റം ഹാസ് എ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പഠിച്ചു. നമ്മളിപ്പോ പറഞ്ഞ ഒബ്സർവേഷനിലും ആ പരീക്ഷണങ്ങളും മനസ്സിലാക്കിയ കാര്യമാണ്. റൂദർഫോർഡ് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ പരീക്ഷണങ്ങൾ. എന്തൊക്കെയാണ്? ആറ്റം ഹാസ് എ സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. രണ്ടാമത് പറഞ്ഞതാണ് the size of the nucleus is extremely small when compared to the size of atom.
അതായത് ആറ്റത്തിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞു, സൈസ് ചെറുതാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ റുദർഫോർഡിന്റെ കണ്ടുപിടുത്തത്തിൽ പറഞ്ഞതാണ് സൈസ് ഓഫ് ദി ന്യൂക്ലിയസ് ഇസ് സ്മോൾ ആസ് കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം. ആറ്റത്തിന്റെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ന്യൂക്ലിയസിന്റെ സൈസ് വളരെ ചെറുതാണെന്ന് കണ്ടെത്തി അദ്ദേഹം. പിന്നെ പറഞ്ഞെന്താണ്, ദി എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസ്റ്റന്റ് ഇൻ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസിലാണ് ആ ഒരു ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും അതുപോലെ ആറ്റത്തിന്റെ മാസും മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് ദി ആറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അദ്ദേഹം പറഞ്ഞത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത്, അതുപോലെ ആറ്റത്തിന്റെ മൊത്തം മാസ് ഏകദേശം മൊത്തം മാസും ആറ്റത്തിലുള്ള മൊത്തം പോസിറ്റീവ് ചാർജും എവിടെ ഇരിക്കുന്നു, ന്യൂക്ലിയസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു. ഇനി ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും വളരെ ശക്തമായ വളരെ സ്പീഡിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് അല്ലെ, ചുറ്റുന്നത് കറങ്ങുന്നത്. ഇനി അതും എങ്ങനെയാണ്, സർക്കുലർ ഓർബിറ്റ്സ് അല്ലെങ്കിൽ പാത്തിലാണ്. സർക്കുലർ ഓർബിറ്റ്സ് പാത്തിലാണ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇത് ഇത്രയുമാണ് അദ്ദേഹം പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃകയിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാ മക്കളെ പറഞ്ഞത്, ആറ്റത്തിന് ന്യൂക്ലിയസിന് ഒരു കേന്ദ്ര ഭാഗമുണ്ടെന്ന് പറഞ്ഞു. ഇനി ആറ്റത്തിന്റെ വലിപ്പമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം വളരെ ചെറുതാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെന്ത് പറഞ്ഞു, ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി അത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലെ ഓർബിറ്റുകളിലാണ് വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതും കൂടെ അദ്ദേഹം പറഞ്ഞു. ഇത്രയും കിട്ടിയോ മക്കളെ, ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇതാണ് പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ എന്താണ് സൗരയൂഥ മാതൃക. അപ്പൊ ഇത് കിട്ടിയോ? ഇതാണ് റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ സൗരയൂഥ മാതൃക. ഇവിടെ ഈ ഒരു റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയ്ക്ക് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. എന്താണ് ആ പരിമിതികൾ എന്ന് നോക്കാം മക്കളെ. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത്. നമ്മൾ നേരത്തെ ജേക്കബ് തോംസൺ ഈ കണ്ടെത്തലൊക്കെ നടത്തിയെങ്കിലും അദ്ദേഹത്തിനും ചില എക്സ്പെരിമെന്റ്സിന്റെ റിസൾട്ട്സ് കൊടുക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് ആ മോഡൽ റിജക്ട് ചെയ്തെന്ന് പറഞ്ഞു. അതുപോലെ ഇവിടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡൽ പറഞ്ഞ കാര്യം എന്താണ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും വളരെ വേഗത്തില് നിശ്ചിത ഓർബിറ്റുകൾ അല്ലെ വൃത്താകൃതിയുള്ള ഓർബിറ്റുകളിൽ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞല്ലോ, അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഈ ഒരു സിദ്ധാന്ത പ്രകാരം അതായത് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി പ്രകാരം according to electromagnetic theory, when a charged body is in motion, ഒരു ചാർജ് ബോഡി മോഷൻ ആണെങ്കിൽ it should continuously emit energy. അതായത് ഒരു ചാർജ് ബോഡി മോഷൻ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഇവിടെ എന്താണ്, ഇലക്ട്രോൺസ് ആണ് ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺസ് ഒരു ചാർജ് ബോഡിയാണ്. ചാർജ് ബോഡി മോഷൻ ഇരിക്കുമ്പോൾ അതിന് എനർജി എപ്പോഴും എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എനർജി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം മൊത്തം എനർജി നഷ്ടപ്പെടുമ്പോൾ അത് എന്ത് ചെയ്യണം, ന്യൂക്ലിയസിലേക്ക് ചെന്ന് പതിക്കണം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നില്ല. മാത്രമല്ല റൂദർഫോർഡിന് അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആറ്റത്തിന്റെ സ്ഥിരതയെ കുറിച്ച് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ ഒരു മോഡൽ എന്ത് ചെയ്തു, ഈ ഒരു മോഡൽ റിജക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ലിമിറ്റേഷൻസ് ഓഫ് റൂദർഫോർഡ്സ് ആറ്റം മോഡൽ പറഞ്ഞാൽ എന്താണ്, അക്കോർഡിംഗ് ടു ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എ ചാർജ് ബോഡി ഇൻ മോഷൻ ഷുഡ് കണ്ടിന്യൂസ്ലി എമിറ്റ് എനർജി. Here negatively charged electrons revolve around a nucleus. They should continue, if they are revolving around nucleus continuously, it should lose what? It should lose charge or energy. That is, electrons are negatively charged. With negatively charged electrons are revolving around the nucleus, and it is revolving. If it is revolving around the nucleus continuously, it should emit energy, and at last it should lose energy and collapse to the nucleus. Nucleus അതിൽ പോയി പതിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഇത് സംഭവിക്കുന്നില്ല. റൂദർഫോർഡ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല it could not explain the stability of atom. മനസ്സിലായോ? പിടികിട്ടിയോ മക്കളെ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ മനസ്സിലാക്കേണ്ടത്. എന്തൊക്കെയാണ്? വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം ചലിക്കുന്ന ചാർജുള്ള കണങ്ങൾ തുടർച്ചയായ ഊർജം പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു. അതിനാൽ റൂദർഫോർഡ് മാതൃക അനുസരിച്ച് ന്യൂക്ലിയസ് ചുറ്റും ചാർജുള്ള ഇലക്ട്രോൺസ് ആണ് വലം വെക്കുന്നത് അല്ലെ. ഈ ചാർജുള്ള ഇലക്ട്രോൺസ് വലം വെക്കുന്ന അനുസരിച്ച് അവന്റെ എനർജി അല്ലെങ്കിൽ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ നഷ്ടപ്പെട്ട അവസാനം എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയസിന് പതിക്കേണ്ടതാണ്. എന്നാൽ അതിനെ കുറിച്ച് വിശദീകരണം ആർക്ക് നൽകാൻ സാധിച്ചില്ല, റൂദർഫോർഡ് കൊടുക്കാൻ സാധിച്ചില്ല. അതുപോലെ ആറ്റത്തിന്റെ സ്ഥിരതയും എക്സ്പ്ലെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ ഇത്രയാണ് നമ്മുടെ റൂദർഫോർഡിന്റെ ആറ്റം മോഡലിനെ കുറിച്ച് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയോ? സെറ്റ് ആയോ? അപ്പൊ നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. അപ്പൊ ഇവിടെ നോക്കിയേ, ന്യൂട്രോൺ. എന്താണ് ന്യൂട്രോണിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ. The real mass of the nucleus was found to be very much greater than that calculated by Rutherford on the basis of number of protons. മനസ്സിലായോ? അപ്പൊ റൂദർഫോർഡ് കാൽക്കുലേറ്റ് ചെയ്ത ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് എന്താ, ആ ഒരു മാസിനെ കാട്ടി കൂടുതലായിരുന്നു യഥാർത്ഥ ന്യൂക്ലിയസിന്റെ മാസ്. എപ്പോഴാണ് ന്യൂക്ലിയസിന്റെ മാസ് ബേസ് എന്തിനെ ബേസ് ചെയ്താണ്, പ്രോട്ടോൺസ് നമ്പറിനെ ബേസ് ചെയ്ത് ന്യൂക്ലിയസിന്റെ മാസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റൂദർഫോർഡ് കാൽക്കുലേറ്റ് ചെയ്ത ന്യൂക്ലിയസിന്റെ മാസിനെ കാട്ടി കൂടുതലായിരുന്നു. പക്ഷെ
ആ ഒരു എക്സ്പെരിമെന്റ്സിനൊക്കെ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തരാൻ സാധിച്ചില്ല. അപ്പൊ ജെയിംസ് ചാഡ്വിക് എന്ത് ചെയ്തു? ജെയിംസ് ചാഡ്വിക് കണ്ടെത്തി ന്യൂക്ലിയസിനുള്ളിൽ ചില ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂക്ലിയസിന് എന്തുണ്ട്? ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അവയുടെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അറ്റ മാസിന് തുല്യമാണെന്ന് നല്ല മനസ്സിലാക്കി. എന്താണ് ജെയിംസ് ചാഡ്വിക് എന്ന ശാസ്ത്രജ്ഞൻ പഠിച്ചത്? എന്താണ്? ന്യൂട്രോണിലുള്ള ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂട്രൽ പാർട്ടിക്കിൾസ്, ന്യൂട്രോണിൽ എന്തുണ്ട്? ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്. അതായത് ചാർജ്ലെസ് ആണ് ന്യൂട്രോൺ എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ന്യൂട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് മനസ്സിലാക്കി. അദ്ദേഹമാണ് ഇതിന് ന്യൂട്രോൺ എന്ന് പേര് വിളിച്ചത്. കാരണം ഇതിനെന്താണ്? ചാർജ് ഇല്ല. ദേ ആർ ചാർജ്ലെസ്. മനസ്സിലായോ? അപ്പൊ ജെയിംസ് ചാഡ്വിക് ഫൗണ്ട് ഔട്ട് ദാറ്റ് സം ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഇൻ ന്യൂക്ലിയസ് and they have a mass equal to the mass of a hydrogen atom, and he named them neutrons as they have no charge. They are chargeless. അത് ചാർജ്ലെസ് ആയിട്ട് അവർക്ക് ന്യൂട്രോൺ എന്ന പേര് കൊടുത്തു. മനസ്സിലായോ? അതാണ് ന്യൂട്രോണിന്റെ കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒന്നും കൂടെ മനസ്സിലാക്കിയേ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്കൂട്ടിയതിനെ കാട്ടി കൂടുതലായിരുന്നു. അപ്പൊ അതിന് പരീക്ഷണം അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചില്ല. അപ്പൊ ജെയിംസ് ചാഡ്വിക് 1932 അദ്ദേഹം മനസ്സിലാക്കി എന്താണ്? ന്യൂട്രോണില് ധാരാളം നിർവീര കണങ്ങളുണ്ട്, അല്ലെ? നിർവീര കണങ്ങൾ, ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ട്. എവിടെ കാണുന്നു? അത് ന്യൂട്രോൺ ആണ് നിർവീര കണങ്ങൾ. അത് ജെയിംസ് ചാഡ്വിക് എന്താ മനസ്സിലാക്കിയത്? ന്യൂക്ലിയസിനുള്ളില് ധാരാളം നിർവീര കണങ്ങൾ, ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി. ഈ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉള്ളത് കൊണ്ട് അവർക്ക് ചാർജിൽ എന്നാണ് അർത്ഥം, അല്ലെ? ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ്. പിന്നെ അത് മാസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും വെച്ച് അതേപോലെ ചാർജ് ഇലക്ട്രോൺ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ആണ് ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന. ന്യൂട്രൽ പാർട്ടിക്കിൾസിന് അദ്ദേഹം ന്യൂട്രോൺ എന്ന പേര് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ജെയിംസ് ചാഡ്വിക് എന്തൊക്കെ കണ്ടുപിടിച്ചു? ന്യൂക്ലിയസിൽ നിർവീര കണങ്ങളിൽ ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തി. അവയുടെ മാസ് ന്യൂക്ലിയസിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് കണ്ടെത്തി. ഈ ചാർജ് ഇല്ലാത്ത കണങ്ങളായതിനാൽ ഈ ന്യൂട്രോണ് അദ്ദേഹത്തിന് ന്യൂട്രോൺ എന്നതിന് പേര് കൊടുത്തു. ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് അതിന് പേര് കൊടുത്തു, ന്യൂട്രോൺ എന്ന് പേര് കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രൽ പാർട്ടിക്കിൾസിന് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ് ന്യൂട്രൽ പാർട്ടിക്കിൾസ്. എന്നാൽ അതിന് ചാർജ് ഇല്ലാത്ത കണങ്ങളാണ്. അതും കൂടെ അദ്ദേഹം ഇവിടെ കണ്ടെത്തി. അപ്പൊ ഇത്രയും കാര്യം സെറ്റ് ആയോ? ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ ന്യൂട്രോണെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് ക്ലിയർ ആക്കി വെക്കൂ. ജെയിംസ് ചാഡ്വിക് ആണ് ന്യൂട്രൽ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിൽ പ്രസന്റ് ആണെന്ന് മനസ്സിലാക്കി. ന്യൂട്രൽ പാർട്ടിക്കിൾസിന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്ന് പറഞ്ഞു. അതിന് ന്യൂട്രോൺസിന് പേര് കൊടുത്തു, ആസ് ദേ ആർ ചാർജ്ലെസ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ നമ്മൾ വളരെ കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. നമ്മൾ റൂദർഫോർഡിന്റെ ഗോൾഡ് എക്സ്പെരിമെന്റ് ഡിസ്കസ് ചെയ്തു. അതിന്റെ ഒബ്സർവേഷൻസും ഇൻഫറൻസും ഒക്കെ മനസ്സിലാക്കി, അല്ലെ? പിന്നെന്താണ്? റൂദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക ഡിസ്കസ് ചെയ്തു. അതിന്റെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി. പിന്നെ പഠിച്ചത് എന്താണ്? ന്യൂട്രോണെ കുറിച്ചും മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യം നമുക്ക് സെറ്റ് ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിനെ വെയിറ്റ് ചെയ്യുക. ഉടനെ തന്നെ അടുത്ത ക്ലാസ് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അടുത്ത ക്ലാസ് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം പഠിച്ച് സെറ്റ് ആക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ഫ്രം മീ. താങ്ക് യു.